അന്തിമ പ്രഖ്യാപനം നടത്താൻ കഴിയില്ല. ആക്രമണങ്ങൾ 10 ദിവസത്തേക്ക് നിർത്തിവെച്ചെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിന് ശേഷം മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇറാൻ സ്പീക്കർ. ഇറാനിലെ ഊർജ്ജ നിലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ 10 ദിവസത്തേക്ക് താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചപ്പോൾ ഇറാൻ പാർലമെന്ററി സ്പീക്കർ മുഹമ്മദ് ബാക്കർ ഗാലിബാഫ് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സേനയെ പ്രശംസിച്ചു. അവരുടെ ത്യാഗങ്ങൾ ഒരു ചരിത്രപരമായ വിജയത്തിന് വഴിയൊരുക്കിയെന്ന് പറഞ്ഞു. 64-കാരനായ ഗാലിബാഫിനെ ടെഹ്റാനിൽ പ്രസിഡന്റിന്റെ ശരിയായ വ്യക്തിയായി റിപ്പോർട്ടുകൾ പരാമർശിക്കുന്നുണ്ട്. ഇറാനിയൻ നേതാവ് എക്സിനോട് പറഞ്ഞു, ഇറാന്റെ രാഷ്ട്രം തെരുവുകളിലെ നിങ്ങളുടെ 25 രാത്രികളുടെ സാന്നിധ്യവും സായുധ സേനയുടെ ത്യാഗങ്ങളും പ്രിയപ്പെട്ട ഇറാൻ ഒരു ചരിത്ര വിജയത്തിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു. പ്രാദേശിക സംഘർഷത്തിലെ ഒരു നിർണായക നിമിഷത്തിൽ ഗാലിബാഫിന്റെ പരാമർശങ്ങൾ ധിക്കാരത്തെ സൂചിപ്പിക്കുന്നു. ടെഹ്റാൻ യുദ്ധചക്രവും താൽക്കാലിക വെടിനിർത്തലുകളും തുടരാൻ അനുവദിക്കില്ലെന്നും നിലവിലെ ഘട്ടത്തെ നിർണായക വഴിത്തിരിവായി രൂപപ്പെടുത്തുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഇറാനും ഇറാനിയൻ ജനതയ്ക്കും ആർക്കും ഒരു അന്ത്യശാസനം നൽകാൻ കഴിയില്ല. വിജയം പൂർണ്ണമായി സാക്ഷാത്കരിക്കപ്പെടുകയും യുദ്ധം വെടിനിർത്തൽ യുദ്ധം എന്ന ദുഷ്കരമായ ചക്രം തകർക്കപ്പെടുകയും ചെയ്യുന്നതുവരെ നിങ്ങളുടെ കുട്ടികൾ ഈ അവസരം നഷ്ടപ്പെടുത്താൻ അനുവദിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഇറാനിയൻ ഊർജ്ജ നിലയങ്ങൾക്ക് നേരെയുള്ള ആസൂത്രിതമായ ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടതോടെ US നയത്തിലെ മാറ്റവുമായി ഈ പ്രസ്താവന പൊരുത്തപ്പെട്ടു. തുടർച്ചയായ സൈനിക സമ്മർദ്ദത്തോടൊപ്പം നയതന്ത്ര ഇടപെടലും തുടരുന്നതായി ഇത് സൂചിപ്പിക്കുന്നു. ടെഹ്റാന്റെ അഭ്യർത്ഥന പ്രകാരം ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ 10 ദിവസത്തേക്ക് താൽക്കാലികമായി നിർത്തിവെക്കുമെന്നും US പ്രസിഡന്റ് പ്രഖ്യാപിക്കുകയും ഇറാനുമായുള്ള ചർച്ചകൾ വളരെ നന്നായി നടക്കുന്നുവെന്ന് പറയുകയും ചെയ്തു. എന്നിരുന്നാലും സംഘർഷം അവസാനിപ്പിക്കാനുള്ള US നിർദ്ദേശം ഏകപക്ഷീയവും അന്യായവുമാണെന്നും ഒരു ഇറാനിയൻ ഉദ്യോഗസ്ഥർ തള്ളിക്കളഞ്ഞു. ഫെബ്രുവരി 28-ന് ടെഹ്റാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ ഒരു കരാറിലേക്ക് എത്തുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് അമേരിക്കയും ഇസ്രായേലും ആക്രമണം ആരംഭിച്ചതിനു ശേഷം യുദ്ധം ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കി അയൽ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു. ആഗോള സമ്പദ് വ്യവസ്ഥയെ കുതിച്ചുയരുന്ന ഊർജ്ജ വിലയിലേക്ക് നയിച്ചു. വ്യാഴാഴ്ച വൈറ്റ് ഹൌസിൽ നടന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇറാനുമായി ഒരു കരാറിലെത്തിയില്ലെങ്കിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തി. പിന്നീട് 2026 ഏപ്രിൽ 6 വരെ ഇറാനിയൻ ഊർജ്ജ നിലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണം 10 ദിവസത്തേക്ക് താൽക്കാലികമായി നിർത്തുമെന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. അതേസമയം ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായും തകർന്നുവെന്നും അമേരിക്കയുമായി സമാധാന കരാറിലെത്താൻ അവർക്ക് മുന്നിൽ സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ഇറാൻ ഭരണകൂടത്തിന് ഈ മുന്നറിയിപ്പ് നൽകിയത്. താൻ മുന്നോട്ട് വെച്ച 15 നിർദ്ദേശങ്ങൾ അടങ്ങിയ പദ്ധതി ഇറാൻ തള്ളിക്കളഞ്ഞതിന് പിന്നാലെയാണിത്. വൈകിയാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന ഭീഷണിയുമായി ട്രംപ് രംഗത്തെത്തിയത്. ഇറാൻ സൈനികമായി തകർന്നടിഞ്ഞ അവസ്ഥയിലാണെന്നും ഇനിയൊരു തിരിച്ചുവരവ് അവർക്ക് സാധ്യമല്ലെന്നും ട്രംപ് അവകാശപ്പെട്ടു. ഇറാനിയൻ ഭരണകൂടത്തെ വിചിത്രർ എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം അവർ പുറമെ നിഷേധം നടിക്കുമ്പോഴും ആന്തരികമായി കരാറിനായി അമേരിക്കയ്ക്ക് മുന്നിൽ യാചിക്കുകയാണെന്നും പരിഹസിച്ചു. അമേരിക്കൻ നിർദ്ദേശങ്ങൾ പരിശോധിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്ന് ഇറാന്റെ പ്രസ്താവന തെറ്റാണെന്നും യാഥാർത്ഥ്യം മറ്റൊന്നാണെന്നുമാണ് ട്രംപിന്റെ വാദം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.